സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന നമ്മുടെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റോജെനസിസ് പഠിച്ചു കഴിഞ്ഞു. 3 മെയിൻ സ്റ്റെപ്പുകളായിരുന്നു സെക്ഷൽ റീപ്രൊഡക്ഷൻ: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷന്റെ 2 സബ് സ്റ്റേജസ് ഗാമീറ്റോജെനസിസ് ആൻഡ് ഗാമീറ്റിക് ട്രാൻസ്ഫർ. നമ്മള് ഗാമീറ്റോജെനസിന്റെ മെയിൽ ഗാമീറ്റോജെനസിസും ഫീമെയിൽ ഗാമീറ്റോജെനസിസും വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നോർമലി നമുക്ക് ഇനി കാണേണ്ടത് ഗാമീറ്റിക് ട്രാൻസ്ഫർ ആണ്. What is gametic transfer? Gametic transfer is the transfer of male gamete to female gamete for gametic fusion or fertilization. ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് മെയിൽ ഗമീറ്റിനെ ഫീമെയിൽ ഗമീറ്റിന് അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഗമീറ്റിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ ആൻജിയോസ്പേംസിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പോളൻ ഗ്രെയിനുള്ളിൽ 2 മെയിൽ ഗമീറ്റ്സും ഒവ്യൂളിനുള്ളിൽ ഒരു ഫീമെയിൽ ഗമീറ്റും ഉണ്ടായിട്ടുണ്ട്. ഈ ഗമീറ്റുകൾ ആരും മോട്ടൈലല്ല, അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അവര് മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റിലേക്ക് പോകണമെങ്കിൽ ആര് വേണം? ഒരു ഏജന്റ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻജിയോസ്പേംസിലെ ഗമീറ്റിക് ട്രാൻസ്ഫറിന് ഒരു പേര് പറയും. എന്താണത്? പോളിനേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോവുക പോളിനേഷൻ ആണ്. നോക്കൂ, ഇവിടെ ഒരു ഫ്ലവറിന്റെ പിക്ചർ ഞാൻ ഒരിക്കൽ കൂടി വരയ്ക്കുകയാണ്. ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ് അല്ലെ? ദിസ് ഈസ് ആൻഡ്രീഷ്യം ആൻഡ് ദിസ് ഈസ് ഗൈനീഷ്യം. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ്രീഷ്യത്തിന്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ വന്നിട്ട് ഗൈനീഷ്യത്തിന്റെ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നതിനാണ് അല്ലെ? ഈ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ വന്നിട്ട് ആ മെയിൽ ഗമീറ്റുകളെ ആയിട്ട് സ്റ്റിഗ്മയിലേക്ക് വീഴുന്നതിനാണ് എന്ന് പറയുക പോളിനേഷൻ. സോ പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ഓർ അനദർ ഫ്ലവർ. ഏതായാലും ആ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഇന്നിവിടെ കാണേണ്ടത് നോക്കൂ, ടൈപ്സ് ഓഫ് പോളിനേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് പോളൻ. പോളൻ ഗ്രെയിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് നോക്കിയിട്ട് പോളിനേഷന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ആ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നു. നോക്കൂ, 2 തരമാണ് മെയിൻ ആയിട്ടുള്ളത്: സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. നമ്മുടെ ടെക്സ്റ്റിൽ ശരിക്കും പോളിനേഷൻ 3 തരമാണ് കാണിച്ചത്: ഓട്ടോഗാമി, ജീറ്റനോഗാമി ആൻഡ് സീനോഗാമി എന്നാണ് തിരിച്ചിരിക്കുക. നമുക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് എന്നുള്ള വാക്കിൽ തന്നെ മീനിങ് ഉണ്ട് അല്ലെ? സെൽഫ്, ഒരു ചെടിയിൽ തന്നെ നടക്കുന്നതാണ് സെൽഫ് പോളിനേഷൻ. ഒരേ സ്പീഷീസിലെ 2 ചെടികൾ തമ്മിലാണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് പറയുക ക്രോസ് പോളിനേഷൻ എന്ന് പറയും. ഇനി സെൽഫ് പോളിനേഷൻ 2 തരമുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നു: ഓട്ടോഗാമിയും ജീറ്റനോഗാമി. അപ്പൊ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട്, ഈ ക്ലാസിഫിക്കേഷൻ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. A1 ആൻഡ് A2. 2 ചെടികളാണ്, ഒരേ സ്പീഷീസിൽപ്പെട്ട 2 ചെടികളാണ്, A1 ഉം A2. 2 ചെടിയിലും 2 ഫ്ലവർ വീതം വരച്ചിട്ടുണ്ട്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. അതിനകത്ത് ആൻഡ്രീഷ്യവും കാണാം, ഗൈനീഷ്യവും കാണാം. എല്ലാ ഫ്ലവേഴ്സിലും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. നമുക്ക് നോക്കാം. സെൽഫ് പോളിനേഷനിലെ ഫസ്റ്റ് ടൈപ്പ് എന്താണ്? ഓട്ടോഗാമി അല്ലേ? ഓട്ടോഗമി എന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈസെക്ഷൽ ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ പോയി വീഴുന്നതിനെയാണ് പറയുക ഓട്ടോഗാമി എന്ന് പറയുന്നത്. ഇനി ജീറ്റനോഗമി ആണെങ്കിലോ, ഒരു ചെടിയിലെ ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് അതേ ചെടിയിലെ മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോയി വീഴുന്നതിനാണ് പറയുക ജീറ്റനോഗമി എന്ന് പറയുന്നത്. അപ്പം ഈ 2 തരം പോളിനേഷനും ഓട്ടോഗമിയും ജീറ്റനോഗമിയും നടന്നത് ഒരു ചെടിയിൽ തന്നെയല്ലേ? അപ്പൊ നമുക്ക് അതിനെ 2നെ ഏത് കാറ്റഗറിയിൽ പെടുത്താം? സെൽഫ് പോളിനേഷനിൽ പെടുത്താം. എന്നാൽ അടുത്തൊന്ന് നോക്കൂ, ഈ ചെടിയിലെ ഒരു പോളൻ ഗ്രെയിൻ വന്നിട്ട് അതേ സ്പീഷീസിൽപ്പെട്ട ഈ ചെടിയുടെ സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുകയാണെങ്കിലോ, ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് തന്നെ ഒരു പോളൻ ഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് വീഴുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സീനോഗാമി എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? എന്താണ് ഓട്ടോഗമി? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ജീറ്റനോഗമിയോ
ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. ഒരു ചെടിയിൽ തന്നെ നടക്കുന്നതാണ്. എന്നാൽ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സീനോഗാമി എന്ന് പറഞ്ഞാലോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ഓഫ് എ പ്ലാന്റ് ടു അനദർ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് സെയിം സ്പീഷീസ്. അതിനാണ് നമ്മൾ പറയുക ക്രോസ് പോളിനേഷൻ എന്ന് പറയുക. അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ 3 തരം പോളിനേഷൻ കാണാം. ഏതൊക്കെയാണ്? ഓട്ടോഗാമി, ജീറ്റോണോഗാമി ആൻഡ് സീനോഗാമി. നമ്മൾ അതിനെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ 2 തരം പോളിനേഷൻ ഏതൊക്കെയാണ്? സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷൻ 2 തരം ഏതൊക്കെയാണ്? ഓട്ടോഗാമിയും ജീറ്റോണോഗാമിയും. അങ്ങനെ പറയാൻ കാരണം ഇത് രണ്ടും നടക്കുന്നത് ഒരു ചെടിയിൽ തന്നെയാണ്. ക്രോസ് പോളിനേഷന്റെ മറ്റൊരു പേരാണ് സീനോഗാമി. ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കാൻ കാരണം ഈ പോളിനേഷൻ നടക്കുന്നത് ഒരു സ്പീഷീസിൽപ്പെട്ട 2 ചെടികൾക്ക് ഇടയിലാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണുക ഏജന്റ്സ് ഓഫ് പോളിനേഷൻ ആണ്. നമ്മൾ പറഞ്ഞു പോളിനേഷൻ ആൻജിയോസ്പേംസിൽ നടക്കണമെങ്കിൽ ആര് വേണം? ഏജന്റ്സ് വേണം. അങ്ങനെ വേണ്ടി വന്നതിന്റെ കാരണം നമുക്കറിയാം, മെയിൽ ഗമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ. അതുകൊണ്ട് ഏജന്റ്സിലൂടെ മാത്രമേ പോളിനേഷൻ നടക്കുകയുള്ളൂ. നമുക്ക് ആ ഏജന്റ്സിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ആൻജിയോസ്പേംസിലെ പോളിനേറ്റിംഗ് ഏജന്റ്സ് 2 തരമുണ്ട്. ആരൊക്കെയാണ്? ബയോട്ടിക് ഏജന്റ്സും എബയോട്ടിക് ഏജന്റ്സും. 2 തരമുണ്ട്, ബയോട്ടിക് ഏജന്റ്സും എബയോട്ടിക് ഏജന്റ്സും. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ജീവനുള്ള ഏജന്റ്സ്, ഓർഗാനിസംസ് ആണ് അവിടെ പോളിനേഷൻ നടത്തുക. എബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിംഗ് ആയിട്ടുള്ള ഏജന്റ്സ് ആണ്, ജീവനില്ലാത്തവരാണ്. നമുക്ക് ബയോട്ടിക്കിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഇൻസെക്ട്സ്, ബേർഡ്, ബാറ്റ്, മറ്റേ ആനിമൽസ് ഒക്കെ നടത്തുന്നതിനാണ് എന്ന് പറയുക ബയോട്ടിക് ഏജന്റ്സ് എന്ന് പറയുക. എബയോട്ടിക് അല്ലെങ്കിൽ നോൺ ലിവിംഗ് ഏജന്റ്സിന് എക്സാമ്പിൾ ആരാണ്? വിൻഡും വാട്ടറും ഒക്കെ അതിന് നല്ല എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പോളിനേഷൻ ഏജന്റ് അനുസരിച്ചിട്ട് ഈ പോളിനേഷൻ ടൈപ്പിനൊക്കെ ഓരോ പേര് പറയുന്നു. ഉദാഹരണം, ഇൻസെക്ട് പോളിനേഷൻ ആണെങ്കിൽ അതിന് നമ്മൾ എന്റമോഫിലി എന്നാണ് പറയുന്നത്. എന്റമോഫിലി എന്ന് പറയും. ബേർഡ് പോളിനേഷൻ ആണെങ്കിൽ അതിന് ഓർണിത്തോഫിലി എന്ന് പറയും. ഓർണിത്തോഫിലി എന്ന് പറയും. ബാറ്റ് പോളിനേഷൻ ആണെങ്കിൽ ടെറോഫിലി എന്ന് പറയും. ഇനി വിൻഡ് പോളിനേഷൻ ആണെങ്കിൽ അനിമോഫിലി, ANE സ്പെല്ലിങ് ANEMOPHILY എന്ന് പറയും. വാട്ടർ പോളിനേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈഡ്രോഫിലി എന്നും പറയും. ഇതെല്ലാം മീനിങ് ഫുൾ ആണ് അല്ലെ. എന്റമോളജി സ്റ്റഡി ഓഫ് ഇൻസെക്ട് ആണ്, അതുകൊണ്ട് ഇൻസെക്ട് പോളിനേഷനെ എന്റമോഫിലി എന്ന് പറയും. ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്, അതുകൊണ്ട് ബേർഡ് പോളിനേഷനെ ഓർണിത്തോഫിലി എന്ന് നമ്മൾ പറയും. അനിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് വിൻഡ് ആണ്, അതുകൊണ്ട് വിൻഡ് പോളിനേഷനെ അനിമോഫിലി എന്ന് പറയും. ഹൈഡ്രോളജി സ്റ്റഡി ഓഫ് വാട്ടർ, അതുകൊണ്ട് നമ്മൾ ഹൈഡ്രോഫിലി. വാട്ടർ പോളിനേഷൻ എന്ന് പറയും ഹൈഡ്രോഫിലി എന്ന് പറയും. അപ്പൊ പോളിനേറ്റിംഗ് ഏജൻസിനെ നമുക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ 2 തരം പോളിനേഷൻ ഒരു പ്രത്യേകത നോക്കൂ. അതിൽ രണ്ടാമത്തേതാണ് ഈ അബയോട്ടിക്. ദ പോളൻ വേസ്റ്റേജ് ഈസ് മോർ. നമുക്കറിയാം, ഒരു ഫ്ലവർ ഇവിടെ നിൽക്കുകയാണ്, മറ്റൊരു ഫ്ലവർ കുറെ ദൂരെയാണ്. അവിടെ നിന്ന് പോളൻ ഗ്രെയിൻസ്, ഇപ്പൊ ക്രോസ് പോളിനേഷന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഇവിടെ ഒരു ഫ്ലവർ നിൽക്കുന്നു. ഈ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലെ, പ്രോബബിലിറ്റി കുറവാണ്. അതുകൊണ്ട് ഇൻ അബയോട്ടിക് കേസ് ഓഫ് പോളിനേഷൻ ദ വേസ്റ്റേജ് ഓഫ് പോളൻ ഈസ് മോർ. അപ്പൊ അങ്ങനെ വേസ്റ്റേജ് കൂടുതലാണെങ്കിൽ പ്ലാന്റ്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? അബയോട്ടിക് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്ത ചെടികളിലൊക്കെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിരിക്കും? ലാർജ് നമ്പർ ആയിരിക്കും. ലാർജ് നമ്പർ പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് പോളിനേഷൻ സക്സസ്ഫുൾ ആക്കാൻ പറ്റുകയുള്ളൂ. വെൻ കമ്പയർഡ് ടു ആരാണ്? ബയോട്ടിക്. ഈ ലിവിംഗ് ഓർഗാനിസംസ് ആണ് ഏജൻസ് എങ്കിൽ അവർ ഇവിടെ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ചാൻസ് ഓഫ് പോളിനേഷൻ ഈസ് മോർ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഏജൻസ് ഓഫ് പോളിനേഷന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അടുത്ത് നമ്മൾ കാണുന്നത് 2 തരം ഫ്ലവേഴ്സ് ആണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും കാസ്മോഗാമസ് ഫ്ലവേഴ്സും.
എന്ന് പറഞ്ഞാല് ഫ്ലവറിന്റെ ഓപ്പണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലവർ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനപ്പെടുത്തി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിച്ചല്ലേ. ഏറ്റവും നടുക്ക് കാണുന്ന ഗൈനീഷ്യമാണ്, അതിന്റെ വെളിയിൽ ആര് കാണും? ആൻഡ്രീഷ്യം കാണും. അതിന്റെ ആൻഡ്രീഷ്യം കാണും, അതിന്റെ വെളിയിൽ ആര് കാണും? പെറ്റൽസ് കാണും, അതിന്റെ വെളിയിൽ ആര് കാണും? സെപ്പൽസ് കാണും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങനെ നോർമലി ഓപ്പൺ ചെയ്ത് ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന ഫ്ലവേഴ്സിനെ നമ്മൾ കാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഫ്ലവേഴ്സ് ആണ്. എന്നാൽ ചില ചെടികളിൽ, ഉദാഹരണം വയോള അല്ലെങ്കിൽ കോമൺ പാൻസി എന്ന് പറയും. നമ്മുടെ കോമൺ പാൻസി, വയോള, ഓക്സാലിസ് ആൻഡ് കോമലീന എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാം. ഈ 3 ചെടികളിലും മറ്റൊരു തരം ഫ്ലവർ കാണാം. അതിന്റെ പേരെന്താണ്? ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദേ ആർ അബ്നോർമൽ ബിക്കോസ് ദേ ഡോണ്ട് ഓപ്പൺ അറ്റ് ഓൾ ഓൺ മാച്യൂരിറ്റി. മാച്യൂർ ആയി കഴിഞ്ഞാലും ഈ ഫ്ലവർ എന്ത് ചെയ്യില്ല? ഓപ്പൺ ചെയ്യത്തേയില്ല. അവർ ക്ലോസ്ഡ് ആയിട്ട്, അതായത് ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും ഈ പെറ്റലിനുള്ളില് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവരൊരിക്കലും ഓപ്പൺ ചെയ്യത്തേയില്ല. ഇപ്പൊ നമുക്കറിയാം, ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോളൻ ഗ്രെയിനിന് വെളിയിലേക്കും പോകാൻ പറ്റില്ല, വേറെ പോളൻ ഗ്രെയിനിനുള്ളിലേക്കും വരാൻ പറ്റില്ല. ഇപ്പൊ പോളിനേഷന്റെ കാര്യം ബുദ്ധിമുട്ടാവും അല്ലെ. പക്ഷെ ഒരു തരം പോളിനേഷനുള്ളിൽ നടക്കാം. നമ്മൾ പഠിച്ച 3 തരം പോളിനേഷനില് ഓട്ടോഗമി, ജീറ്റനോഗമി ആൻഡ് സീനോഗമി ഏതാണ് ഇവിടെ നടക്കാൻ പറ്റുക? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോയി വീഴാം അല്ലെ ഇവിടെ. അങ്ങനെ വീഴാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? ഓട്ടോഗമി. അപ്പം ക്ലീസ്റ്റോഗാമസ് ഫ്ലവറില് എന്ത് തരം പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ? ഓട്ടോഗാമി മാത്രമേ നടക്കുകയുള്ളൂ. കാരണം എന്താണ്? These are closed flowers. They don't open at all on their maturity. അപ്പോ ഈ പറഞ്ഞ ചെടികളിൽ 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് കാണാം. നോർമൽ ഫ്ലവേഴ്സ് ആരാണ്? കാസ്മോഗാമസ് ഫ്ലവേഴ്സും അബ്നോർമൽ ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സിന്റെ പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. നമ്മള് പലതരത്തിലുള്ള പോളിനേറ്റിംഗ് ഏജന്റ്സിനെ കണ്ടു. മെയിൻ കാറ്റഗറീസ് നമ്മൾ കണ്ടു, ബയോട്ടിക്കും എബയോട്ടിക്കും. പോളിനേറ്റിംഗ് ഏജന്റ്സ് ഏതാണെന്നനുസരിച്ചിട്ട് ഓരോ പ്ലാന്റും ആ പോളിനേറ്റിംഗ് ഏജന്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണും, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് കാണും. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തായിട്ട് പഠിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ നമുക്ക് കാണുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അനിമോഫിലസ് ഫ്ലവേഴ്സ് ആണ്. ഇപ്പൊ പോളിനേറ്റിംഗ് ഏജന്റ് വിൻഡ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് പ്ലാന്റ്സ് കുറെ അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ പോളിനേഷൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നടക്കുള്ളൂ. ഫസ്റ്റ് വൺ നോക്കൂ. വിൻഡ് പോളിനേഷൻ ഓർ അനിമോഫിലി ഈസ് കോമൺ ഇൻ ഗ്രാസസ്. ഗ്രാസ് ഫാമിലിയിലാണ്. വീറ്റ്, റൈസ് അങ്ങനെയുള്ള ഗ്രാസ് ഫാമിലി, ഗ്രാസ് മെമ്പേഴ്സിനാണ് വിൻഡ് പോളിനേഷൻ കൂടുതലായിട്ട് നടക്കുക. അപ്പൊ അവരില് ആ വിൻഡ് ആണ് പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്യുന്നെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അതിന് കാണുക. നോക്കാം, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ്, നോൺ സ്റ്റിക്കി ആൻഡ് സ്മൂത്ത്. പോളൻ ഗ്രെയിൻസ് കമ്പാരിറ്റീവ്ലി ലൈറ്റ് ആയിരിക്കും, തിൻ പൗഡർ ലൈക്ക് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും, സർഫസ് അല്ലെങ്കിൽ എക്സൈൻ സ്റ്റിക്കി സർഫസ് ആയിരിക്കില്ല, ആൻഡ് സർഫസ് വിൽ നോട്ട് ബി റഫ് ഇൻ നേച്ചർ, ഇൻസ്റ്റഡ് ഇറ്റ് വിൽ ബി സ്മൂത്ത് ആയിരിക്കും. അപ്പൊ ലൈറ്റ് ആൻഡ് സ്മൂത്ത് ആവുന്നതിന്റെ കാരണം വിൻഡിൽ പറന്നു പോകുന്നത് കുറെ കൂടുതൽ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക്കി എന്ന് പറയുമ്പോൾ അത് സ്റ്റിക്കി ആവേണ്ട കാര്യമില്ല. ആനിമൽസിലൊക്കെ ആണെങ്കിൽ അതിന്റെ സർഫസ് മറ്റ് ആനിമലിന്റെ ബോഡിയിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിരിക്കും? ലൈറ്റ്, നോൺ സ്റ്റിക്കി ആൻഡ് സ്മൂത്ത് ആയിരിക്കും. 3 പോയിന്റ്സ് ആണ് അവിടെ വരിക. അടുത്തത് ഫ്ലവേഴ്സ് ലാക്ക് സെന്റ്, കളർ ആൻഡ് നെക്ട്. സെന്റ്, കളർ ആൻഡ് നെക്ടർ. നല്ല ബയോട്ടിക് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലത്തെ സെന്റ് അല്ലെങ്കിൽ സ്മെല്ലൊന്നും അവർക്ക് ആവശ്യമില്ല. They do not have very attractive colors. കാരണം വിൻഡിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. And although they don't have nectar. അപ്പം ബയോട്ടിക് ഏജൻസ് ആണെങ്കിൽ അങ്ങനത്തെ പൂക്കളിൽ നെക്ടർ കാണും, ഇവിടെ അതും ആവശ്യമില്ല. അപ്പൊ ഇവിടെയും വീണ്ടും നമ്മൾ 3 പോയിന്റ് കണ്ടു. ഇതൊന്നും ആവശ്യമില്ല. ഇതൊരു ഏജന്റ് ഇവിടെ എബയോട്ടിക് ആയതുകൊണ്ട്.
അടുത്ത നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സ്റ്റിഗ്മ ഈസ് ഫെദറി. സ്റ്റിഗ്മ ഫെദറി ആണ്. ഫെദറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റിഗ്മ ഇങ്ങനെ നോർമലി ഇങ്ങനെ നിൽക്കുന്നതിന് പകരം സ്റ്റിഗ്മ ബ്രാഞ്ച് ചെയ്തിട്ട് ഫെദറി ആയിട്ട് അതിന്റെ സർഫസ് ഏരിയ കൂട്ടുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യം നമുക്കറിയാം അല്ലെ, പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ കാറ്റിൽ പറന്നു വരികയാണെങ്കിൽ മോർ സർഫസ് ഏരിയ ഈസ് ദയർ, ദ ചാൻസ് ഓഫ് പോളിനേഷൻ വിൽ ബി മോർ. അത് കൂട്ടുന്നതിന് വേണ്ടി സ്റ്റിഗ്മ ഫെദറി ആയിരിക്കും. ആൻഡ് അടുത്ത് നോക്കൂ, ഫ്ലവേഴ്സ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദി ഫോം ഓഫ് ഇൻഫ്ലോറസൻസ്. സോളിറ്ററി ഫ്ലവർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്ലവർ ആയിട്ട് കാണുന്നതിന് പകരം പൂക്കൾ എങ്ങനെയായിരിക്കും, ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഒരു പൂവായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻ വന്ന് വീഴാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ പൂക്കള് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഈ സർഫസ് ഏരിയ ഇൻ എഫക്ട് കൂടുകയാണ്. അപ്പം പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ആന്തേഴ്സ് ആർ എക്സ്പോസ്ഡ് എന്നാണെങ്കിൽ പറയാം. ആന്തേഴ്സ് ആർ എക്സ്പോസ്ഡ്. ഒരു ഫ്ലവറിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഫ്ലവറിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിന്റെ പെറ്റൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആന്തറുകള് വെളിയിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും. അങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോളൻ ഗ്രെയിൻസിനെ വിൻഡിന് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ ഈസിയാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് എന്ത്, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വിൻഡ് വഴി. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോവുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ് ആണ്. ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ പോളിനേറ്റിംഗ് ഏജന്റ് ഈസ് വാട്ടർ. വാട്ടറിനെ കൊണ്ടാണ് പോളിനേഷൻ നടത്തേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ചെടികളുടെ ഫ്ലവേഴ്സിന് കാണുന്ന സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ഹൈഡ്രോഫിലി ഈസ് ലിമിറ്റഡ് ടു 30 ജനറ. ആൻജിയോസ്പിയത്തിലെ 30 ജനറകളിൽ മാത്രമേ ഹൈഡ്രോഫിലി അല്ലെങ്കിൽ വാട്ടർ പോളിനേഷൻ നടക്കുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് മോസ്റ്റ്ലി ഇൻ മോണോകോട്ട്സ്. ആ 30 ജനറകളിൽ മജോറിറ്റിമാരാണ് മോണോകോട്ട് പ്ലാന്റ്സും ആണ്. ഇനി നമുക്ക് നോക്കാം ഹൈഡ്രോഫിലസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആരെയൊക്കെ നോക്കൂ. സീഗ്രാസ് എന്നറിയപ്പെടുന്ന സോസ്റ്റിറായിരുന്നു. സോസ്റ്റിറായി കാണാൻ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 3 ചെടികളെ പറ്റിയിട്ടാണ്. മറൈൻ പ്ലാന്റ് ആയിട്ടുള്ള സോസ്റ്റിറ, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ പ്ലാന്റ് ആയിട്ടുള്ള 2 എണ്ണമാണ് ഹൈഡ്രില്ല ആൻഡ് വാലിസ്നേറിയ. ഓക്കെ, നമുക്ക് ആദ്യമേ ഈ മറൈൻ പ്ലാന്റിന്റെ കേസ് എടുക്കാം. സോസ്റ്റിറയിൽ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത് നോക്കാം. അപ്പൊ മറൈൻ പാർട്ടിൽ ഇത് വാട്ടർ ലെവലാണെന്ന് വിചാരിച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ സോസ്റ്റിറ അല്ലെങ്കിൽ സീഗ്രാസ് കടലിനടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന മെമ്പറാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സബ്മേർജ്ഡ് ഹൈഡ്രോഫൈറ്റ് ആണ്. ആ ഹൈഡ്രോഫൈറ്റില് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ട് പോളൻ ഗ്രെയിൻസിനെ ഇങ്ങനെ റിലീസ് ചെയ്യണം. പോളൻ ഗ്രെയിൻസ് ആർ ലോങ് റിബൺ ഷേപ്ഡ് ആണ്. ലോങ് ആൻഡ് റിബൺ ഷേപ്ഡ് പോളൻ ഗ്രെയിൻസ് ആണ്. മൈന്യൂട്ടാണ്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ലോങ് റിബൺ ഷേപ്ഡ് പോളൻ ഗ്രെയിൻസിനെ നമ്മൾ അവിടുന്ന് റിലീസ് ചെയ്യാൻ ചെയ്യും. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഇപ്പൊ ഇത് ഫ്ലവറിന്റെ ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മ ആണെന്ന് നിൽക്കുന്നതെങ്കിൽ അതിലേക്ക് വന്നിട്ട് അത് കോയിൽ ചെയ്യുക ചെയ്യുന്നത്. ആ സ്റ്റിഗ്മയിലേക്ക് വന്നിട്ട് കോയിൽ ചെയ്ത് പിടിച്ചിട്ട് പോളൻ ജെർമിനേഷൻ അവിടെ നടക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലോങ് റിബൺ ഷേപ്പിലുള്ള പോളൻ ഗ്രെയിൻസ് ആണ് അവരുടെ അഡാപ്റ്റേഷൻ. അപ്പൊ അതിന് ആന്ത്രോസോയിഡ്സ് പോലെ തന്നെ വന്നിട്ട് ഇതിനകത്ത് ഈ ഗൈനീഷ്യത്തിലേക്ക് സ്പൈറൽ ചെയ്ത് അല്ലെങ്കിൽ കോയിൽ ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം സോസ്റ്റിറായിട്ട് ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോളൻ ഗ്രെയിൻ സർഫസിൽ മ്യൂസിലാജിനസ് കവറിംഗ് ആണ്. വെറ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മ്യൂസിലാജിനസ് കവറിംഗ് ആണ് പോളൻ ഗ്രെയിനുമായി. അടുത്ത 2 ഫ്രഷ് വാട്ടർ മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്ന ഹൈഡ്രില്ലയും വാലിസ്നേറിയയും അല്ലേ. അപ്പൊ ഹൈഡ്രില്ലയെ പറ്റി നമുക്കറിയാം. ഹൈഡ്രില്ല നമുക്ക് ഫിസിയോളജി എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സബ്മോർജിൽ ഹൈഡ്രോഫൈറ്റ് ആണ്. ചെറിയ ഇലകളുള്ള ഒരു മെമ്പറാണ്. എന്നാൽ വാലിസ്നേറിയ എന്ന് പറയാൻ കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ലീഫ് ഉള്ള ഒരു മെമ്പറാണ്. നമുക്ക് വാലിസ്നേറിയയിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ അഡാപ്റ്റേഷൻ നോക്കാം. വാലിസ്നേറിയയില് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നു. അപ്പം ഫീമെയിൽ ഫ്ലവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റോക്ക് ഈസ് വെരി ലോങ്. ഫ്ലവറിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ പെഡിസിൽ വളരെ ലോങ് ആണ്. എന്ന് പറഞ്ഞാല്
ഫ്ലവറിന്റെ സ്റ്റിഗ്മ വാട്ടർ സർഫസിൽ വരെ എത്തി നിൽക്കും. എന്നാൽ മെയിൽ ഫ്ലവേഴ്സ് ഷോർട്ട് സ്റ്റോക്ക് ഉള്ളവരായിരിക്കും. ആ മെയിൽ ഫ്ലവറിൽ നിന്ന് മച്ചുറായി കഴിയുമ്പോൾ മെയിൽ ഫ്ലവർ ആസച്ച് ഡിറ്റാച്ച് ചെയ്ത് വെള്ളത്തിന്റെ മുകളിൽ വന്ന് ഫ്ലോട്ട് ചെയ്യും. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്നുകിൽ മെയിൽ ഫ്ലവർ ആസച്ച് അല്ലെങ്കിൽ ആൺതറുകള് വെള്ളത്തിന് മുകളിൽ വന്ന് ഫ്ലോട്ട് ചെയ്യും. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ആവും. ഈ പോളൻ ഗ്രെയിൻസ് പാസീവ് ആയിട്ട് വാട്ടർ ഫ്ലോയില് വന്നിട്ട് ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ പോളിനേഷൻ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ഫെർട്ടിലൈസേഷൻ ഓവർ ആയി കഴിയുമ്പോൾ നോർമലി ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റോക്ക് കോയിൽ ചെയ്തിട്ട് അത് താഴേക്ക് വീണ്ടും പോവുക ചെയ്യുന്നു. എന്നിട്ട് ഫ്രൂട്ട് സെറ്റിങ്ങും സീഡ് സെറ്റിങ്ങും ഒക്കെ വെള്ളത്തിന്റെ കുറച്ചും കൂടി ഡെപ്തിൽ പോയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതാണ് ആരുടെ പ്രത്യേകത? വാലിസ് നേവിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മൂന്ന് പ്ലാന്റിന്റെ പേര് പറഞ്ഞാലും രണ്ടുപേരുടെ പ്രത്യേകതകൾ എടുത്ത് പറഞ്ഞു. ഈ സോസ്റ്റിറയുടെ മാത്രമല്ല, ഹൈഡ്രോഫെറ്റിക് പ്ലാന്റ്സിന്റെ എല്ലാ പോളൻ ഗ്രെയിനിൽ എന്ത് കാണും? മ്യൂസിലാജിനസ് കവറിങ് കാണും. വെറ്റിംഗ് അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് നനഞ്ഞു പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് മറ്റു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. വാട്ടറും വിൻഡിനെ പോലെ ഒരു അബയോട്ടിക് ഏജന്റ് ആയതുകൊണ്ട് അതിനെ അട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനത്തെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഒന്നും ഇവിടെ കാണില്ല. സെന്റ്, മണം ഉണ്ടാവില്ല. കളർ ആൻഡ് നെക്ടർ, കളറും നെക്ടറും ഇതൊക്കെ ആരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ബയോട്ടിക് ഏജൻസിന് വേണ്ടിയിട്ടാണ്. അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ഇനി രണ്ട് പ്ലാന്റ്സിനെ പറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചാലാണ് ഐക്കോർണിയ. നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടാണ് അല്ലെ? വയലറ്റ് ഫ്ലവർ ഉള്ള വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്തൊരു ഹൈഡ്രോഫൈറ്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ലില്ലി, നമ്മൾ ആമ്പൽ എന്ന് പറയുന്ന ചെടി. രണ്ടുപേരുടെയും പ്രത്യേകത, ഒരു ഹൈഡ്രോഫൈറ്റ്സ് ആണെങ്കിലും ഇവരുടെ ഫ്ലവർ നിൽക്കുന്നത് വെള്ളത്തിന് മുകളിലാണ്. ഫ്ലവർ വെള്ളത്തിന് മുകളിൽ പൊങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഫ്ലവർ ആകുമ്പോഴത്തേനും വാട്ടറിന് ഏജന്റ് ആകാൻ പറ്റുകയില്ല. അപ്പൊ അവിടെ പോളിനേഷൻ ഏജൻസ് ആരായിരിക്കും? മറ്റ് ഏജൻസ്, വാട്ടർ അല്ലാത്ത ഏജൻസ് ആയിരിക്കും. ഇൻസെക്ടോ ബേർഡോ വിൻഡോ ഒക്കെ ആയിരിക്കും. ഈ രണ്ടുപേരെ പറ്റി എടുത്തു പറഞ്ഞിരിക്കുന്നത് അവരില് എന്റമോഫിലിയ ആണ്, ഇൻസെക്ട് ആണ് അവരെ പോളിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്ലവേഴ്സ് കളർഫുൾ ആയിരിക്കും, സെന്റ് ഉണ്ടായിരിക്കും, നെക്ടർ ഉണ്ടായിരിക്കും, പോളൻ ഗ്രെയിൻ സർഫസ് സ്റ്റിക്കി ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതാണ് ഈ രണ്ടുപേരെ പറ്റി. ദോ ദേ ആർ ഹൈഡ്രോഫൈറ്റ്സ്, ദ പോളിനേഷൻ ഈസ് നോട്ട് ഹൈഡ്രോഫിലി, ഇൻസ്റ്റഡ് ദാറ്റ് ഈസ് എന്റമോഫിലി ഓർ ബൈ ഇൻസെക്ട്സ്. ഇനി മറ്റു രണ്ടു കൂട്ടരെ പറ്റി പറഞ്ഞു നോക്കിക്കോളൂ. ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറോഫൈറ്റ്സ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ലോവർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് അല്ലെ? ഇവരെ പറ്റി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോളിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ 5 ഗ്രൂപ്പ് ആണല്ലോ അല്ലെ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അതിനകത്ത് ആൽഗെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ കിടക്കുന്നവരാണ്. ഇപ്പൊ ഗാമീറ്റിക് ട്രാൻസ്ഫർ വളരെ നടന്നുകൊള്ളൂ. ബ്രയോഫൈറ്റ് കരയിലാണ്, ടെറോഫൈറ്റും കരയിലാണ്. പക്ഷെ അവരുടെ ഒരു ലിമിറ്റേഷൻ, അവരുടെ മെയിൽ ഗമീറ്റ് മോട്ടയിലാണ്. ആ മെയിൽ ഗമീറ്റിന് ഫീമെയിൽ ഗമീറ്റിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? വാട്ടർ വേണം. ദോ ദേ ലിവ് ഓൺ ലാൻഡ്, ദേ നീഡ് വാട്ടർ ഫോർ ഗമീറ്റിക് ട്രാൻസ്ഫർ. അപ്പൊ അത് എല്ലാ സമയത്തും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വാട്ടറിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫെയിലിയർ ആകും. അപ്പൊ അത് തന്നെയാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. Bryophytes and pterophytes have narrow geographical distribution on Earth. ഭൂമിയുടെ സർഫസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പ് വളരെ കുറച്ചേ ഉള്ളൂ മറ്റു ഗ്രൂപ്പുകളെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വെള്ളത്തിന്റെ അഭാവത്തിൽ ഫെയിലിയർ ആകുന്നുണ്ടാണ്. എന്നാൽ അതുപോലെ തന്നെ സംഭവിക്കേണ്ട രണ്ട് ഗ്രൂപ്പായിരുന്നു ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ഇതിന്റെ ഹയർ മെമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്ന ആൻജിയോസ്പേംസിനും. അവർക്ക് അത് സംഭവിക്കാത്തതിന്റെ കാരണം എന്താണ്? അവർ ഒരു സ്റ്റേജ് കൂടെ മുന്നോട്ട് പോയി അവിടെ ഗമീറ്റിക് ട്രാൻസ്ഫർ എന്താണ് നമ്മൾ ഈ പഠിച്ച പോളിനേഷൻ ആണ്. ഗമീറ്റിക് ട്രാൻസ്ഫർ ബൈ ദി ഹെൽപ്പ് ഓഫ് ഏജന്റ്സിനെ വെച്ച് പോളിനേഷൻ നടക്കുന്നതുകൊണ്ട് ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനും ഒരിക്കലും ഇങ്ങനത്തെ ഫെയിലിയർ ഉണ്ടാവത്തില്ല. ഇത്രമാത്രം ഫെയിലിയർ ഉണ്ടാകില്ല. അപ്പം ആൽഗയ്ക്ക് ഒരു പ്രശ്നമില്ല, ദേ ആർ ഇൻ വാട്ടർ, അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം വരുന്നില്ല. ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനും എന്താണ്? അവർക്ക് പോളിനേഷനും ഉണ്ട്, പോളിനേറ്റിംഗ് ഏജന്റ്സും ഉണ്ട്. അപ്പോൾ സീഡ് സെറ്റിംഗ് ഒക്കെ അവിടെ നടന്നുള്ളൂ.
അപ്പൊ ആ രണ്ടു പേർക്കും പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? ഇതിന് രണ്ടിനും ഇടയിൽ കാണുന്ന ബ്രയോഫൈറ്റ്സിനും ടെറിഡോഫൈറ്റ്സിനും ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്, ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ അവരുടെ എണ്ണം കുറഞ്ഞു പോകാൻ കാരണം എന്താണ്? അവർ കരയിലാണ് ജീവിക്കുന്നത്, പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ഗമേറ്റിക് ട്രാൻസ്ഫറിന് അവർക്ക് എന്ത് വേണം? വാട്ടർ വേണം. അതുകൊണ്ടാണ് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ ഒരു പേരിട്ട് വിളിച്ചായിരുന്നു, ദേ ആർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ്. ഇപ്പൊ നമ്മള് വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിന്റെയും അതുപോലെ തന്നെ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സിന്റെയും ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞു. എന്നാൽ ആനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ആനിമൽസിനെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും കാണും. കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും, അതിന് സെന്റ് അല്ലെങ്കിൽ സ്മെൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെക്ടർ, അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണും. അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷൻ പഠിക്കുമ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. അടുത്ത എന്താ നോക്കൂ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബയോട്ടിക് ഏജന്റ് ആണ് ആര്? ഇൻസെക്ട്സ്. പലതരത്തിലുള്ള ഇൻസെക്ട്സ് ആണ്. അപ്പൊ ഇൻസെക്ടിനെ ഇൻസെക്ട് ആണ് പോളിനേറ്റിംഗ് ഏജന്റ് എങ്കിൽ അങ്ങനത്തെ ചെടികളുടെ ഫ്ലവേഴ്സിൽ കാണുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻസെക്ടിന് വിസിബിൾ ആണ് അല്ലെ, ഇൻസെക്ടിനെ അട്രാക്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ കാണാം. നോക്കൂ, ദ ഫ്ലവേഴ്സ് ആർ ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ് വിത്ത് നെക്ടർ. ഫ്ലവേഴ്സ് വലുതായിരിക്കും, നല്ല വിസിബിൾ ആകുന്നതിന് വേണ്ടിയിട്ട്, കളർഫുൾ ആയിരിക്കും, അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫ്രാഗ്രൻസ് ഉണ്ടാകും അവരെ അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് നെക്ടർ ഓർ ഹണി ഇൻ ഓർഡർ ടു അട്രാക്ട് ദി ഇൻസെക്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഈ ഫ്ലവേഴ്സ് കാണും. അടുത്ത് നോക്കൂ, ഫ്ലവേഴ്സ് സ്മോൾ. ഇഫ് ദ ഫ്ലവേഴ്സ് ആർ സ്മോൾ ദേ വിൽ ബി ഫൗണ്ട് ആസ് ഇൻഫ്ലോറസൻസ്. പൂക്കൾ ചെറുതാണെങ്കിൽ ലാർജ് ആയിരിക്കും യൂഷ്വലി. ചെറിയ പൂക്കളാണ് എങ്കിൽ പൂക്കൾ മിക്കവാറും ചെടികളിൽ ഇൻഫ്ലോറസൻസ് ആയിട്ട് കാണും, പൂക്കൊലയായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് കാണും. അങ്ങനെ കാണുകയാണെങ്കിൽ എന്താ ഗുണം? ഇൻസെക്ട്സിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിസിബിൾ ആവും. അടുത്ത് നോക്കൂ, ദ പോളൻ ഗ്രെയിൻസ് ഓഫ് സച്ച് പ്ലാന്റ്സ് വിൽ ബി സ്റ്റിക്കി. ദ സർഫസ് ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് സ്റ്റിക്കി. എന്തിനാണ്? ഒരു ഇൻസെക്ട് വന്നിട്ട് ഒരു ഫ്ലവർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസെക്ടിന്റെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം അടുത്തൊരു ഫ്ലവറിലേക്ക് അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിരിക്കും? സ്റ്റിക്കി ആയിരിക്കും ഇൻസെക്ട് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ. ആൻഡ് ഇൻ സച്ച് ഫ്ലവേഴ്സ് പോളൻ ആൻഡ് നെക്ടർ ആർ യൂഷ്വൽ റിവാർഡ്സ്. അങ്ങനെയുള്ള ചെടികളിലെ പൂക്കളില് ചെടികളെ ഇൻസെക്ട്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതാണ് ഫ്ലവറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസും ഫുഡായിട്ട്, അതുപോലെ തന്നെ നെക്ടറുമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻസെക്റ്റുകൾ ഫ്ലവർ വിസിറ്റ് ചെയ്യുന്നത്. മീൻ വൈൽ they will carry away the pollen grain of a flower to another flower and effect pollination. Our usual rewards ഇത് രണ്ടുമാണ്. എങ്കിലും ഒരു ഡിഫറൻസ് പറയാണ്. But in some plants egg laying place is the reward. എന്നാൽ ചില ചെടികളില് ഈ പോളനും നെക്ടറിനും പകരം ഫ്ലവർ ഇൻസെക്ടിന് ഓഫർ ചെയ്യുന്ന റിവാർഡ് എന്താണ്? എഗ് ലേയിങ് പ്ലേസ് ആണ്. മുട്ടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കൊടുക്കുക. രണ്ട് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കൂ, അമോർഫോഫാലസ് ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് യൂക്ക ആൻഡ് മോത്ത്. അമോർഫോഫാലസിന്റെ നമുക്കറിയാം അതിന്റെ ഫ്ലവർ ഉണ്ടായിരുന്ന ഒരു ഒറ്റ ഇൻഫ്ലോറസൻസിലാണ് അല്ലെ. ആ ഒറ്റ ഇൻഫ്ലോറസൻസിൽ ഇങ്ങനെ കാണുന്ന വലിയൊരു സ്പേസിനുള്ളിൽ നിൽക്കുന്ന ഇൻഫ്ലോറസൻസ് ഇങ്ങനെ നിൽക്കുകയാണ് അമോർഫോഫാലസിന്റെ. അപ്പൊ അതിൽ നിറച്ചും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കാണുന്നത്. അപ്പൊ അമോർഫോഫാലസിന്റെ ഈ ഒരു ഇൻഫ്ലോറസൻസില് പൂക്കൾക്കുള്ളില് മുട്ടയിടുന്നതിന് വേണ്ടി ഒരു പ്ലേസ് ആണ് കൊടുക്കുന്നത്. അപ്പം ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഇതിന്റെ ഫ്ലവർ വിസിറ്റ് ചെയ്യും. അപ്പൊ അമോർഫോഫാലസിനെ പറ്റി റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. 6 feet ഹൈ ഫ്ലവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ടോളസ്റ്റ് ഫ്ലവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. കാരണം 6 feet ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്ലവറിനല്ല, ഇൻഫ്ലോറസൻസിനാണ്. ഇൻഫ്ലോറസൻസിന് മൊത്തത്തിലാണ്. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ഫ്ലവേഴ്സ് ആണ് ഇവിടെ മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഫ്ലവേഴ്സിനുള്ളിലാണ് ചില പോളിനേറ്റേഴ്സിന് എഗ് ലേയിങ് പ്ലേസ് കൊടുക്കും. അപ്പൊ അവര് വന്ന് ആ ഇൻസെക്ട് വന്ന് അതിനുള്ളിൽ മുട്ടയിടുകയും
അപ്പൊ ആ മുട്ടയിടാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ പോളിനേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്ലാന്റ് ആണ് യൂക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റും അതിന്റെ പോളിനേറ്റർ ആയിട്ടുള്ള ഒരു മോത്താണ്. മോത്ത് എന്ന് പറഞ്ഞ ഒരു നൈറ്റ് ഫ്ലൈ അല്ലെ, ഒരു നിശാശലഭമാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് കേസ്. യൂക്ക പ്ലാന്റിന്റെ ഫ്ലവറിൽ എഗ് ലേയിങ് സ്പേസ് മോത്തിന് കൊടുക്കുകയാണ്. അപ്പൊ മോത്ത് വന്നിട്ട് എഗ് മുട്ടയിടുന്ന എവിടെയാണ്? ഈ പ്ലാന്റിന്റെ ഫ്ലവറിന്റെ ഉള്ളിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്ലാന്റിന് എന്ത് സംഭവിക്കും? പോളിനേഷൻ നടക്കും. പകരം മോത്തിന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, യൂക്ക ആൻഡ് മോത്ത് ദേ കനോട്ട് കംപ്ലീറ്റ് ദെയർ ലൈഫ് വിത്തൗട്ട് ഈച്ച് അതർ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. യൂഷ്വൽ എന്റമോഫിലസ് ഫ്ലവേഴ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകളെ കണ്ടത് ആരാണ്? അമോർഫോഫാലസും യൂക്കായും. അവിടെ രണ്ടിടത്തും പോളൻ ഗ്രെയിനും നെക്ടറും അല്ല റിവാർഡായിട്ട് കൊടുക്കുന്നതിന് പകരം എഗ് ലേയിങ് പ്ലേസ് ആണ് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒബ്സർവ് പോളിനേഷൻ. നമ്മൾ പോളിനേഷൻ എന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഒരു ഗാർഡനിൽ പോയിട്ട് വളരെ ശാന്തമായിട്ട് ഏർലി മോർണിംഗിൽ നമുക്ക് പോയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിനെ ശ്രദ്ധിച്ചാൽ മതിയാവും. ആ ഫ്ലവേഴ്സിലേക്ക് പലതരത്തിലുള്ള പോളിനേറ്റേഴ്സ് വരുന്നതും അത് ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറെ സമയം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പോളിനേഷൻ കൃത്യമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അടുത്ത പോളിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കൂ. അടുത്ത് നോക്കൂ, പോളൻ ഓർ നെക്ടർ റോബേഴ്സ്. റോബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മോഷ്ടിക്കാൻ വരുന്നതാണ്. അങ്ങനെ വിളിക്കുന്നത് പോളിനേറ്റേഴ്സിനെയാണ്. ചില ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ചില പോളിനേറ്റിംഗ് ഏജൻസ് ഫ്ലവർ വിസിറ്റ് ചെയ്ത് നെക്ടർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ പകരം ഫ്ലവറിന് എന്ത് ചെയ്തു കൊടുക്കുന്നില്ല? പോളിനേഷൻ നടത്തി കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഏജൻസിനെ, ബേർഡ്സിനെയും ഇൻസെക്ടിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളൻ അല്ലെങ്കിൽ നെക്ടർ റോബേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ഒരു ടോപ്പിക് അവസാനിക്കുന്നു. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയും. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയും. ഇപ്പം മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുക. ഇപ്പൊ നമ്മള് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എടുത്തു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആൻജിയോസ്പേംസിനെ സംബന്ധിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണെന്ത്? പോളിനേഷൻ. അപ്പൊ പോളിനേഷൻ രണ്ട് തരം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലേ? ഏതൊക്കെയായിരുന്നു? സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷനെയാണ് നമ്മൾ ഇൻബ്രീഡിംഗ് എന്നും ആ ക്രോസ് പോളിനേഷനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്നും പറയുക. അപ്പൊ ഇവിടെ നമ്മൾ സത്യത്തിൽ പറയുന്നത് എന്താണ്? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്നാണ് അല്ലെ? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ചെടികളില് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സംവിധാനങ്ങളുണ്ട്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷൻ ആണ്. നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചെല്ലുമ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഒക്കെ അവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രോസ് പോളിനേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ചെടികളില് ക്രോസ് പോളിനേഷൻ മാത്രം നടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സംവിധാനങ്ങൾ ചില ചെടികളിൽ കാണാം. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനാണ്. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നോക്കൂ. മോസ്റ്റ് ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷുവൽ. മിക്ക ചെടികളിൽ അല്ലെങ്കിൽ മജോറിറ്റി പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് എങ്ങനെയാണ്? ബൈസെക്ഷുവൽ ആണ്. ആൻഡ്രീഷ്യവും കാണും, ഗൈനീഷ്യവും കാണും. അപ്പൊ അങ്ങനെ രണ്ടും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചെടികളിൽ ഏത് തരം പോളിനേഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക? സെൽഫ് പോളിനേഷൻ ആയിരിക്കും അല്ലെ? ഓട്ടോഗമി അല്ലെങ്കിൽ ജീറ്റനോഗമി ആയിരിക്കും കൂടുതൽ നടക്കുക. അപ്പൊ സ്ഥിരമായിട്ടൊരു ചെടിയിൽ സെൽഫ് പോളിനേഷൻ തന്നെ നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ഇൻ എ പ്ലാന്റ് വിൽ ലീഡ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഇവിടെ ഐഡിയ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഡിക്രീസ് ഇൻ ക്വാളിറ്റി. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഒരു ചെടിയിൽ ഇൻബ്രീഡിങ് അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടത്തി 2, 3, 4 തലമുറകൾ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഓരോ തലമുറ കടന്നു പോകുന്തോറും അവരുടെ ക്വാളിറ്റി കുറഞ്ഞു വരും. ശരിക്കുള്ളവരുടെ ക്വാളിറ്റീസ് കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞു പോകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അങ്ങനെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ നടക്കാതിരിക്കണമെങ്കിൽ എന്ത് നടക്കാതിരുന്നാൽ മതി? ഇൻബ്രീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാതിരുന്നാൽ മതി. അങ്ങനെ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെടികളിൽ എന്തുണ്ട്? ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് അല്ലെങ്കിൽ ഡിവൈസസ് ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്നുള്ള ഹെഡിങ്ങിലൂടെ തന്നിരിക്കുന്നത്. 5 പോയിന്റ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. സെൽഫ് പോളിനേഷൻ നടക്കാതെ ക്രോസ് പോളിനേഷൻ മാത്രം നടക്കാൻ വേണ്ടിയിട്ട് ചില ചെടികളിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? 1. പോളൻ ആൻഡ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി നോട്ട് സിൻക്രോണൈസ്ഡ്. ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ആ ബൈസെക്ഷൽ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ മച്ചുർ ആകുന്ന അതേ സമയത്ത് തന്നെ ആരും മച്ചുർ ആകത്തില്ല, സ്റ്റിഗ്മയും മച്ചുർ ആകത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോളൻ ഇവിടെ വീണ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോവുള്ളൂ. പോളിനേഷൻ എഫക്റ്റീവ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ സെൽഫ് പോളിനേഷനെ തടയുക. പോളൻ ആൻഡ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി നോട്ട് സിൻക്രണൈസ്ഡ്, രണ്ടും ഒരേ സമയം മച്ചുർ ആകത്തില്ല. രണ്ടാമത്തെ നോക്കൂ, ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ അറ്റ് ഡിഫറെന്റ് ഡയറക്ഷൻ ഓർ ഡിഫറെന്റ് പൊസിഷൻ. ആന്തറുകളും സ്റ്റിഗ്മയും, ഇതാണ് ആന്തർ അല്ലെ, ഇത് സ്റ്റിഗ്മ. ഇത് മിക്കവാറും അങ്ങനത്തെ ചെടികളിൽ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഡിഫറെന്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് പൊസിഷൻ ആയിരിക്കും. ഇതിന്റെ സ്റ്റിഗ്മ ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പം ആന്തർ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്കായിരിക്കും നിൽക്കുക? റൈറ്റ് സൈഡിലേക്ക് നിൽക്കും. അപ്പം പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീഴാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ ഇത്രയും ഹൈറ്റ് നിൽക്കാന്ന് വിചാരിക്കുക. അവിടെ സ്റ്റേമൻ എവിടെയായിരിക്കും അല്ലെങ്കിൽ ആന്തർ എവിടെയായിരിക്കും? താഴെ ആയിരിക്കും. അപ്പൊ പോളൻ ഗ്രെയിൻസ് ഇങ്ങോട്ടേക്ക് വീഴാനുള്ള ചാൻസ് കുറയായിരിക്കും. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റ്. ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ഡിഫറെന്റ് ഡയറക്ഷൻ ഓർ പൊസിഷൻ, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താ നോക്കൂ, സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. അപ്പൊ അത് നമുക്ക് അല്പം ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ്. കമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ എന്നാണ് മീനിങ്. കമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ ഇൻകമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സ്യൂട്ടബിലിറ്റി. നോൺ സ്യൂട്ടബിലിറ്റി. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണെന്ന് വിചാരിക്കുക. ബൈസെക്ഷൽ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫ്ലവറില് ദിസ് ഈസ് ആൻഡ്രീഷ്യം ആൻഡ് ദിസ് ഈസ് ഗൈനീഷ്യം, അങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി എല്ലാ ചെടികളിലും ഈ പോളൻ ഗ്രെയിൻ ഇവിടെ വീണ് കഴിഞ്ഞാൽ പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടക്കും. എന്നാൽ ചില ചെടികളിൽ എന്താണെന്ന് അറിയാമോ? The pollen grain from the anther of the same flower will not be suitable to the stigma. ഈ പോളൻ ഗ്രെയിൻ ഇവിടെ വീണ് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്യത്തില്ല, ചില എൻസൈംസ് അതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പം ഒരേ ചെടിയിലെ തന്നെ ഒരു ഫ്ലവറിലെ തന്നെ പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിൽ ജെർമിനേറ്റ് ചെയ്യാതെ അതിനെ തടയുന്നതിനെയാണ് എന്താ പറയുക? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി മീൻസ് സെൽഫ് non-suitability of pollen grains to the stigma of the same flower. ഒരു ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിൽ അതേ ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള സംവിധാനത്തിനെയാണ് എന്താ പറയുക? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുക. അടുത്ത നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ചെടികളില് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവർ ബൈസെക്ഷൽ ആയിരിക്കില്ല. ഒരു ഫ്ലവർ എങ്ങനെയാണ്? ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ മറ്റൊരു ഫ്ലവർ എങ്ങനെയായിരിക്കും? മെയിൽ ഫ്ലവർ ആയിരിക്കും. അതിനകത്ത് ആര് മാത്രമേ കാണുള്ളൂ? ആൻഡ്രീഷ്യം മാത്രമേ കാണുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴും രണ്ട് ഫ്ലവർ വേറെ വേറെ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസ് കുറയും? സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കുറഞ്ഞിട്ട് ക്രോസ് പോളിനേഷന്റെ കൂടും. അടുത്ത് നോക്കൂ, ഡയോഷ്യസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ പ്ലാന്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഒരു ചെടിയിൽ ഒരു സെക്സ് മാത്രമേ കാണുള്ളൂ,
ഒരു പ്ലാന്റിൽ ഇപ്പൊ ഇതൊരു മെയിൽ ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ ആര് മാത്രമേ കാണുള്ളൂ? ഫീമെയിൽ ഫ്ലവർ മാത്രമേ കാണുള്ളൂ. ഇതൊരു മെയിൽ പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ ആര് മാത്രമേ കാണുള്ളൂ? മെയിൽ ഫ്ലവറിൽ ആൻഡ്രീഷ്യം മാത്രമേ കാണുള്ളൂ. ഇതൊരു പ്ലാന്റ് ആണ്, ഇത് വേറൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇവരിൽ എന്ത് മാത്രമേ നടക്കുകയുള്ളൂ? ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണ് വേണം. അപ്പൊ അത് ക്രോസ് പോളിനേഷൻ ആണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഓർ ഡിവൈസസ് ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ഇൻ പ്ലാന്റ്സ്. എന്താ കാരണം എന്ന് പറഞ്ഞല്ലേ? കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ലീഡ്സ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അങ്ങനെ ഡിപ്രഷൻ വന്ന് ക്വാളിറ്റി കുറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് അല്ലെങ്കിൽ ക്രോസ് പോളിനേഷന്റെ എണ്ണം അളവ് കൂട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് 5 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. റൈറ്റ് എനി 2 or 3 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഇൻ പ്ലാന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇനി കാണുക പോളിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ് ടൈപ്സ് ആൻഡ് പോളിനേഷൻ ടൈപ്സ്. ഓരോ പ്ലാന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റിലും ഏത് തരം പോളിനേഷൻ ആണ് നടക്കുന്നതെന്നാണ്. നമ്മള് സെക്ഷുവാലിറ്റി അനുസരിച്ച് പ്ലാന്റിനെ രണ്ടായിട്ട് തിരിച്ചായിരുന്നല്ലോ, മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ പ്ലാന്റും ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ പ്ലാന്റും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ബൈസെക്ഷൽ അല്ലെങ്കിൽ മൊണേഷ്യസ് പ്ലാന്റ്സ് 2 തരത്തിൽ കാണാം അല്ലെ? ആ മൊണേഷ്യസ് പ്ലാന്റിൽ ഒന്നുകിൽ ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിലോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് വേറെ വേറെ കാണാം. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒറ്റ ചെടിയിൽ തന്നെ വേറെ വേറെ കാണാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. മൊണേഷ്യസ് പ്ലാന്റ് ബൈസെക്ഷൽ ഫ്ലവർ ഉള്ള ഒരു ചെടിയാണെങ്കിൽ ആ ചെടിയിൽ ഏതൊക്കെ തരത്തിൽ പോളിനേഷൻ നടക്കും? ബൈസെക്ഷൽ ആയതുകൊണ്ട് ഓട്ടോഗമി നടക്കും അല്ലെ? ഓട്ടോഗമി നടക്കും. ബൈസെക്ഷൽ ആയതുകൊണ്ട് ജീറ്റനോഗമി നടക്കും. പിന്നെ മറ്റു ചെടിയിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ലേ, അപ്പൊ എന്തും നടക്കും? സീനോഗമി നടക്കും. അപ്പൊ മൊണേഷ്യസ് പ്ലാന്റിലെ ബൈസെക്ഷൽ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനകത്ത് 3 തരത്തിലുള്ള പോളിനേഷൻ നടക്കും. ഇനി അടുത്ത് നോക്കിക്കോളൂ, മൊണേഷ്യസ് പ്ലാന്റ് തന്നെയാണ്, അവിടെ ബൈസെക്ഷൽ ഫ്ലവർ ഇല്ല, പകരം യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് വേറെ വേറെ കാണുന്നെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കും? ഓട്ടോഗമി പറ്റില്ല, കാരണം ബൈസെക്ഷൽ ഫ്ലവർ അവിടെ ഇല്ല. പിന്നെ എന്ത് നടക്കാം? ജീറ്റനോഗമി നടക്കാം. പിന്നെ എന്ത് നടക്കാം? സീനോഗാമി നടക്കാം. അപ്പൊ അതാണ് മൊണേഷ്യസ് പ്ലാന്റിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതാണ് ഡയേഷ്യസ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ പ്ലാന്റ് അല്ലേ? അപ്പൊ ഒരു ചെടിയിൽ ഒരു സെക്സ് മാത്രമേ കാണൂ. അപ്പൊ അവിടെ 2 തരം ചെടികളാണ്, മെയിൽ പ്ലാന്റും കാണും ഫീമെയിൽ പ്ലാന്റും കാണും. മെയിൽ പ്ലാന്റിൽ ആര് മാത്രമേ ഉള്ളൂ? മെയിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ. ഫീമെയിൽ പ്ലാന്റിൽ ആര് മാത്രമേ ഉള്ളൂ? ഫീമെയിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഏതൊക്കെ തരം പോളിനേഷൻ നടക്കും? സെൽഫ് പോളിനേഷൻ അവിടെ നടക്കുമോ? ഇല്ല, കാരണം ഒരു ചെടിയിൽ 2 സെക്സും ഇല്ല. അപ്പൊ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, എന്താണ്? സീനോഗാമി മാത്രമേ അവിടെ നടക്കൂ. അപ്പം ഫ്ലവർ ടൈപ്പ് അല്ലെങ്കിൽ പ്ലാന്റ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ കൊണ്ട് ഗമീറ്റിക് ട്രാൻസ്ഫർ അവസാനിക്കുകയാണ്. ഇപ്പൊ അടുത്ത് നമ്മൾ പോകാൻ പോവുക മെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷനിലേക്കാണ്. ഫെർട്ടിലൈസേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു, പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ഈ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ വന്ന് ഇവിടെ വീണ് കഴിയുമ്പോൾ ഇനി എന്താ നടക്കേണ്ടത്? പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യണം. ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഇതിലെ വന്നിട്ട് ഓവറിക്കുള്ളിലെ ഒവ്യൂളിനുള്ളിൽ വന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കണ്ടേ? നേരത്തെ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു സ്റ്റെപ്പ് പഠിക്കുന്നത് എന്തറിയാവോ? പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. പോളൻ ഗ്രെയിനും പിസ്റ്റിലും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാല്, പോളൻ ഗ്രെയിൻ വന്നിട്ട് സ്റ്റിഗ്മയിൽ വീഴാണ് ഏതെങ്കിലും ഏജന്റിന്റെ സഹായത്തോടുകൂടി, ബയോട്ടിക്കോ എബയോട്ടിക്കോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ സെയിം ഫ്ലവറിന്റെ ആയിക്കോട്ടെ, ഡിഫറെന്റ് ഫ്ലവറിന്റെ ആയിക്കോട്ടെ, ഡിഫറെന്റ് പ്ലാന്റിന്റെ ആയിക്കോട്ടെ, പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാല് ഈ പോളൻ ഗ്രെയിനും ഈ സ്റ്റിഗ്മയുടെ അല്ലെങ്കിൽ പിസ്റ്റിലിന്റെ ടിഷ്യൂയും തമ്മിലൊരു ഇന്ററാക്ഷൻ നടക്കുകയാണ്. ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഡയലോഗ് ആണ്. രണ്ടിലും ഉള്ള എൻസൈമുകൾ തമ്മിലുള്ള ഒരു കെമിക്കൽ ഡയലോഗാണ് നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സെയിം സ്പീഷീസിലെ പോളൻ ഗ്രെയിൻസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റീവ് ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തെ കെമിക്കൽ അല്ലെങ്കിൽ എൻസൈമും ഇവിടുത്തെ എൻസൈമും തമ്മിലൊരു കണ്ടിന്യൂസ് ഡയലോഗ് നടക്കുക ചെയ്യുന്നു.
അങ്ങനെ ഡയലോഗ് നടന്നിട്ടാണ് ഇവര് റെക്കഗ്നൈസ് ചെയ്യുന്നത് വെദർ ദ പോളൻ ഗ്രെയിൻ ഈസ് കമ്പാറ്റിബിൾ ഓർ ഇൻകമ്പാറ്റിബിൾ. ആ പോളൻ ഗ്രെയിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള എൻസൈംസ് മാച്ച് ആകുന്നില്ലെങ്കിൽ പോളൻ ഗ്രെയിനെ എന്ത് ചെയ്യും? സ്റ്റിഗ്മ റിജക്ട് ചെയ്യും. അത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് എന്ത് പറയുക? പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീട് കഴിഞ്ഞാൽ എല്ലാ പോളൻ ഗ്രെയിനും ജെർമിനേറ്റ് ചെയ്ത് പോളിന് ഫെർട്ടിലൈസേഷൻ നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിന് തൊട്ട് മുമ്പ് എന്താ നടക്കുക? പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് എ കെമിക്കൽ ഡയലോഗ് ഓർ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പോളൻ ഗ്രെയിൻ ആൻഡ് ടിഷ്യൂ ഓഫ് പിസ്റ്റിൽ ഓർ സ്റ്റിഗ്മ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് if the pollen grain is suitable, the stigma will promote it for germination. If it is not suitable, that will reject the pollen grain and that will dry up there itself. അവിടെ ഇരുന്നത് ഡ്രൈ ആയി പോകത്തേ ഉള്ളൂ. So that is pollen pistil interaction. ഇനി ഒരു കാര്യം കൂടെ പോളിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് എ സ്മോൾ എക്സ്പെരിമെന്റ്. ഈ പോളൻ ഗ്രെയിന്റെ ജെർമിനേഷൻ നമ്മളിനി അടുത്ത ഫെർട്ടിലൈസേഷനകത്ത് കാണാൻ പോകുന്നതാണ്. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരു ട്യൂബായിട്ട് വളരും അല്ലെ, എന്നെയാണ് നമ്മൾ പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. ആ ജെർമിനേഷൻ കാണാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പയർ ചെടിയിലെ പീ പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുക. ഒരു ഫ്ലവർ എടുത്തിട്ട് കുറച്ച് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് 10% ഷുഗർ സൊല്യൂഷനിലേക്ക് ഇട്ട് വയ്ക്കുക. ഒരു ഗ്ലാസ് സ്ലൈഡിലാണ്, മൈക്രോസ്കോപ്പിൽ നോക്കുന്ന ഒരു ഗ്ലാസ് സ്ലൈഡ് ഇങ്ങനെ എടുക്കുക. അതിലേക്ക് 10% ഷുഗർ സൊല്യൂഷന്റെ ഒരു ഡ്രോപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് പോളൻ ഗ്രെയിൻസ് നമ്മൾ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു 15 to 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മൈക്രോസ്കോപ്പിൽ എടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പോളൻ ഗ്രെയിൻസിന്റെ പോളൻ ട്യൂബ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. പോളൻ ട്യൂബ് വളരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഈ പോളൻ ട്യൂബ് തന്നെ അവിടെ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇന്ന് പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് ടെക്സ്റ്റിൽ ഒന്ന് കാണാം. ഇത് നോക്കൂ, കോമലീന അല്ലെങ്കിൽ ഓക്സാലിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അതിനകത്ത് 2 തരം പൂക്കൾ നമുക്ക് കാണാം. നോർമൽ ഓപ്പൺ ചെയ്യുന്ന കാസ്മോഗാമസ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാത്ത ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സുമാണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് കണ്ടു, ബഡ് പോലെ ഇരിക്കുകയാണ്, അവരൊരിക്കലും ഓപ്പൺ ചെയ്യില്ല. ഇത് നോക്കൂ, വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ് ആണ്. ആ പ്ലാന്റിലെ ഇൻഫ്ലോറസൻസിൽ പൂക്കൾ കമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയ പൂക്കൾ ഇൻഫ്ലോറസൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേമൻസ് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നതാണ്, പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത്. എങ്കിലേ പോളൻ ഗ്രെയിൻസിന് വിൻഡിന് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിക്ചറാണ്, വാലിസ്നേറിയ പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ ഫീമെയിൽ ഫ്ലവർ നോക്കൂ, ലോങ് സ്റ്റോക്ക് ആണ്. ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മ അങ്ങ് വാട്ടർ സർഫസ് വരെ എത്തിയിട്ടുണ്ട്. ആ സ്റ്റിഗ്മയെ തന്നെ വലുതായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടേക്ക് എടുത്ത് കാണിച്ച് വാട്ടർ സർഫസിൽ നിൽക്കുന്നു. ഈ കാണുന്നത് പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത ഒരു മെയിൽ ഫ്ലവർ ഇവിടെ ഒഴുകി നടക്കുന്ന വാട്ടർ സർഫസിൽ, അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇവിടെ വരും. അതിനെ എടുത്ത് വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് ഈ പിക്ചർ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്